വർഷങ്ങൾക്ക് മുന്നേ ഞാനും നമ്മുടെ മലയാളത്തിലൊരു ടോപ്പ് റാപ്പറും ഏകദേശം സെയിം സമയത്താണ് നമ്മുടെ മ്യൂസിക്കൽ ജേണി തുടങ്ങുന്നത്. ആൻഡ് ഗസ് കരോ, ഇതിൽ ആര് തൻ്റെ സോങ്സ് റിലീസ് ചെയ്തു എന്നും ആര് തൻ്റെ സോങ്സ് റിലീസ് ചെയ്തില്ല എന്നും, ആൻഡ് ആര് ഫേമസ് ആയി എന്നും ആര് ഫേമസ് ആയില്ല എന്നും. സോങ്സ് റിലീസ് ചെയ്ത് ഫേമസ് ആയിക്കൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം ഫെജോയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. സോങ്സ് ഒന്നും റിലീസ് ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്കുന്നത് ഞാനും. അപ്പോൾ എന്തുകൊണ്ട് സോങ്സ് ഒന്നും റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫേമസ് ആയില്ല? സോങ്സ് റിലീസ് ചെയ്താലേ ഫേമസ് ആവാൻ പറ്റുള്ളൂ. വൈ? ആ വൈക്കുള്ള ഉത്തരമാണ് പെർഫെക്ഷനിസം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് പെർഫെക്ഷനിസം. ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ഹൗ പെർഫെക്ഷനിസം സ്റ്റോൾ മൈ ഡ്രീം. ഇഫ് പെർഫെക്ഷനിസം വാസ് എ കൾട്ട്, ഞാൻ അതിൻ്റെ അന്ധനായ ഒരു ആരാധകനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെയും ഫെജോൻ്റെയും ആ ഒരു കമ്പാരിസൺ എക്സാമ്പിളിൽ ഫെജോ ചെയ്തത് എന്താണ്? ഫെജോ ഓരോ പാട്ടും കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഓരോ പുതിയ പാട്ട് റിലീസ് ചെയ്യുമ്പോഴും അതിന് മുന്നത്തെ പാട്ടിൽ എന്തൊക്കെ കുറവുണ്ടായോ അതെല്ലാം ഫെജോ നികത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫെജോൻ്റെ ഡിസ്കോഗ്രഫി വലുതായി. ഫെജോ ഒരു വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റായി, ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റായി. എന്നാൽ ഞാൻ എന്താ ചെയ്തത്? അവിടെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഡാർക്ക് സൈഡ് വരുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പാട്ടിൽ തന്നെ മാസങ്ങളും വർഷങ്ങളോളം തന്നെ വർക്ക് ചെയ്ത് ആക്ച്വലി ബേൺ ഔട്ട് ആയിട്ടുണ്ട്. കാരണം ആ ഒരു പാട്ട് പിന്നെ എനിക്കോ എൻ്റെ വീട്ടുകാർക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി മടുപ്പാണത്. എനിക്കവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്റ്റ് എൻ്റെ ആദ്യത്തെ സോങ്, രണ്ടാമത്തെ സോങ്, മൂന്നാമത്തെ സോങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാകുന്നു, ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്ത് ഫേമസ് ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കിട്ടിയ അഡ്വൈസസും അങ്ങനെയായിരുന്നു. പക്ഷേ ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടി, നമ്മുടെ ഓഡിയൻസ് ഇത് കേൾക്കാൻ വേണ്ടി ഈ പാട്ടുകളൊക്കെ പുറം ലോകം കണ്ടിട്ട് വേണ്ടി, ഈ പാട്ടുകളൊക്കെ റിലീസായിട്ട് വേണ്ടി, അത് നടന്നില്ല. അതിനുള്ള കാരണം ഈ പെർഫെക്ഷനിസത്തിൻ്റെ പുറകെ ഞാൻ ഓടിയതുകൊണ്ടാണ്. പെർഫെക്ഷനിസം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏർലി സ്റ്റേജസിൽ പെർഫെക്ഷൻ്റെ പുറകെ പോകുന്നത് അത്ര നല്ലതല്ല. നല്ല രീതിക്ക് നമ്മളുടെ കുറേ ടൈം വേസ്റ്റ് ചെയ്യും. ഞാൻ ഒരിക്കലും പെർഫെക്ഷനിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ, എനിക്ക് മ്യൂസിക്കൽ അഡ്വൈസ് തന്നവർ, ഇവരെല്ലാം പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ആ പെർഫെക്ഷനിസ്റ്റുകളുടെ കൂടെ കൂടിയപ്പോൾ എനിക്കും ആ ഒരു മെൻറ്റാലിറ്റി വന്നു തുടങ്ങി. അപ്പോൾ ഇതിന് എനിക്കൊരു തിരിച്ചറിവ് എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ് ഷീറൻ്റെ, എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐഡളായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ് എഡ് ഷീറൻ. എഡ് ഷീറിൻ്റെ 10,000 hours റൂൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിലൊരു സെക്ഷൻ ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, നമ്മൾക്ക് ആൾക്കാർ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു തരുന്ന സംഭവമെല്ലാം നോണയാണ്, വിശ്വസിക്കരുത്. Have you ever heard of this theory about the 10,000 hours theory? Yes. So that theory works, right? So when I first started out, I saw Damien Rice in concert, and I mentioned it in a song. I said I won't stop till my name's in lights, Stadium Heights with Damien Rice, and literally like I watched him and was like, I want to do that one day, and wrote a million songs, did a million gigs, and have ended up kind of doing a similar thing. But it literally came from writing a song a day or 2 songs a day or 5 songs a day and just getting all these songs out of me, doing a million gigs, sometimes 3 gigs a day. Sometimes we did 6 gigs a day one year at Glastonbury. But I think you view it as a dirty tap. When you switch a dirty tap on, it's going to flow shit water out for a substantial amount of time, and then clean water is going to start flowing, and now and then you'll get a bit of shit, but as long as it gets out of you, it's fine. So with songs, you're going to write shit songs at the beginning. My songs were terrible. My raps were terrible. Like, I've listened to it the other day, it's awful. But I got it out of me, and the more and more you write, the more and more you experience, and then you start flowing clean water, and songs start getting better and better and better. And when you're on a good streak, you're writing good songs, now and then you're going to write a shit song, and that song is out of you, and you can move on. പെർഫെക്ഷനിസ്റ്റുകൾ പറയുന്ന കാര്യം, നിൻ്റെ ആദ്യത്തെ പാട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ പാട്ട്, പാട്ടോ സിനിമ എന്തോ ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ സംഭവം ആൾക്കാർക്ക് ഇഷ്ടമാകും. പക്ഷേ ഫേമസ് സിംഗർ സോങ് റൈറ്റർ എഡ് ഷീറൻ പറഞ്ഞെന്താ, നിൻ്റെ ആദ്യത്തെ പാട്ട് കവറായിരിക്കും, രണ്ടാമത്തെ പാട്ടും കവറായിരിക്കും, പക്ഷേ ആദ്യത്തിനേക്കാളും നല്ലതായിരിക്കും. ചിലപ്പോൾ നിൻ്റെ 100ാമത്തെ പാട്ടായിരിക്കും നിൻ്റെ ഷേപ്പ് ഓഫ് യു, നിൻ്റെ ബിഗ് ഡോഗ്സ്, നിൻ്റെ 1000 ഓറ. പക്ഷേ നീ പാട്ട് എഴുതിക്കൊണ്ടേയിരിക്കണം. എത്രത്തോളം എഴുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം വരയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പെയിൻറ് ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം ചെയ്യാം. ഇത് റിഫൈൻ ആയിക്കൊണ്ടേയിരിക്കും. ഓരോ പാട്ട് കഴിയുമ്പോഴും ഓരോ പെയിൻറ്റിങ് കഴിയുമ്പോഴും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ജഡ്ജ്മെൻറ്റും എല്ലാം റിഫൈൻ ആയിക്കൊണ്ടേയിരിക്കും.
അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ പെർഫെക്ഷനിസത്തിൻ്റെ പുറകെ പോയിരുന്നില്ലായിരുന്നെങ്കിൽ, ഈ പെർഫെക്ഷനിസ്റ്റായ ആരോട് അഭിപ്രായം ചോദിക്കാതെ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയാനേ. കഴിവുണ്ടില്ലെന്ന് ഞാൻ പറയണില്ല. വിഷമമുണ്ടായിരുന്നു കുറേ നാള്, ഇപ്പോഴും ചെറിയ വിഷമമുണ്ട്. കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പെർഫെക്ഷൻ അല്ലെങ്കിൽ ലക്ക് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു മാജിക്കൽ അല്ല. അത് മൊമെൻ്റമാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് കൊണ്ടേ ഇരുന്നാൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും കിട്ടില്ല. ആസ് എ മ്യൂസീഷ്യൻ, ഒരു മ്യൂസീഷ്യൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫെക്ഷൻ്റെ പുറകെ പോവാതെ ഓരോ പാട്ടും കംപ്ലീറ്റ് ആക്കി റിലീസ് ചെയ്ത് അടുത്ത പാട്ട് ഇറക്കുമ്പോൾ ആദ്യത്തെ പാട്ടിൻ്റെ ഒരു മിസ്റ്റേക്സ് തിരുത്തിയിട്ടാണ് അടുത്ത പാട്ട് ഇറക്കുന്നതെങ്കിൽ എന്തായാലും ആദ്യത്തെ പാട്ടിനേക്കാളും നല്ലതായിരിക്കും നമ്മുടെ സെക്കൻഡ് സോങ്. അതങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോയിക്കൊണ്ടേ ഇരുന്ന ഒരാളുടെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഫെജോ. അതുകൊണ്ടാണ് ഞാൻ ഫെജോൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നേറാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്തായാലും മാറും. പക്ഷെ പെർഫെക്ഷനിസം അത്ര നല്ലതല്ല. യെസ്, ഐ സോൾവ് മൈ ഡ്രീം ടു പെർഫെക്ഷനിസം. പക്ഷെ ഞാൻ എന്തെങ്കിലും തിരിച്ചെടുക്കുക. ആൻഡ് വെൽക്കം to my channel.